ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കഴിഞ്ഞ ക്ലാസ്സിലെ 78ാമത്തെ ശ്ലോകം പഠിച്ചത്. ഇന്ന് പഠിക്കേണ്ടത് 79ാമത്തെ ശ്ലോകം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈസ്തുട്യത ഇവാം ചിരം തേ മധ്യസ്യ തടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. ഒന്നുകൂടെ വായിക്കാം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തുട്യത ഇവാം ചിരം തേ മധ്യസ്യ തടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. നമുക്ക് ഇതിലെ വാക്കുകൾ നോക്കാം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷഃ നമത് മൂർത്തേഃ നാരീതിലക ശനകൈഃ തൃട്യത ഇവ ചിരം തേ മധ്യസ്യ തടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനഃ ഭവതു കുശലം ശൈലതനയേ. അല്ലയോ ശൈലതനയേ, പാർവതീപുത്രി, പർവ്വതത്തിൻ്റെ മകളെ എന്നൊക്കെ അർത്ഥം. ഇനി അർത്ഥം നോക്കാം. നിസർഗം. ഇവിടെ നിസർഗക്ഷീണസ്യ എന്നുണ്ട്. നിസർഗക്ഷീണസ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് മെലിഞ്ഞ, ക്ഷീണിച്ച. സ്തനതടപരേണ, സ്തനങ്ങളുടെ ഭാരം കൊണ്ട്, ഭാരത്താൽ, സ്തനതടങ്ങളുടെ ഭാരത്താൽ ക്ലമജുഷഃ, ക്ലമജുഷം ക്ഷീണം ബാധിച്ചത്. അതായത് സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ക്ഷീണം ബാധിച്ച, നാച്ചുറലായി മെലിഞ്ഞ, നമത് എന്ന് പറഞ്ഞാൽ നമിക്കുന്ന, മൂർത്തേഹേ, നമിക്കുന്ന മൂർത്തികളുടെ നാരീതിലകം. നാരീതിലകം, നാരീ സ്ത്രീയാണ്. തിലകം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീരത്നങ്ങൾ എന്നർത്ഥം. അതായത് സ്ത്രീരത്നമോ. ശനകൈ എന്ന് പറഞ്ഞാൽ പതുക്കെ. തൃട്യത പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുമോ എന്നുള്ള, പൊട്ടിപ്പോവുക, ഒടിഞ്ഞു പോവുക എന്നൊക്കെ അർത്ഥം. ഇവ ഇപ്രകാരം ചിരം തേ, ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം, ബഹുകാലം എന്നൊക്കെ അർത്ഥം. തേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ, ദേവിയുടെ മധ്യസ്യ. അപ്പം ദേവിയുടെ വയറിൻ്റെ ഭാഗം, മധ്യഭാഗത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. തടിനീതീരതരുണ. തൃടിത എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു വീണ, പൊട്ടിപ്പോയ. തടിനി എന്ന് പറഞ്ഞാൽ നദി, നദീതീരം, തടിനീതീരം, നദീതീരത്ത്. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. അപ്പം ഇടിഞ്ഞു വീണ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ സമാവസ്ഥാസ്തേംനഃ,
സമാവസ്ഥാസ്തേംന എന്ന് പറഞ്ഞാൽ അവസ്ഥ പോലെ. ഭവതു ഭവതു ഭവിക്കട്ടെ. കുശലം കുശലം എന്ന് പറഞ്ഞാൽ ക്ഷേമം. ശൈലതനെ അല്ലയോ പാർവതീപുത്രി, നാച്ചുറലായി മെലിഞ്ഞ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ക്ഷീണം ബാധിച്ച കുനിഞ്ഞ് നിൽക്കുന്ന, കുനിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, നമിക്കുന്ന, കുനിഞ്ഞ എന്ന് പറഞ്ഞാൽ നമിക്കുന്ന നാരീതിലകം, സ്ത്രീരത്നത്തെ, സ്ത്രീരത്നം അവിടെ നാരീതിലകം, സ്ത്രീരത്നത്തെ പോലെ ശനകൈ പതുക്കെ തൃട്ടിയത, പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന്, അതായത് സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ദേവിയുടെ മധ്യഭാഗം ഒടിഞ്ഞു പോകുമോ എന്ന് ചിന്തിക്കുന്ന വണ്ണം, അതായത് അതിൻ്റെ ഉപമ പറഞ്ഞതാണ്. തുടിത തടിനീതീര തരുണ, അതായത് ഇടിഞ്ഞു വീണ നദീതീരത്ത്, വെള്ളം വന്ന് ഇടിഞ്ഞു വീണ നദീതീരത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ അവസ്ഥ എന്താണോ അതേപോലെ, അതാണ് സമാവസ്ഥാസ്തേംനോ, അങ്ങനെയുള്ള ഒരവസ്ഥയെ എന്നർത്ഥം. കുശലം ഭവതു, കുശലം എന്ന് പറഞ്ഞാൽ ക്ഷേമം, ക്ഷേമം ഭവിക്കട്ടെ എന്ന് പറഞ്ഞാലോ, ഒന്നുകൂടെ വായിക്കാം. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക, ഇവിടെ നമത് മൂർത്തേ, ത പ്ലസ് മാ വന്നപ്പോൾ അത് ഇന്മയായി മാറി. മൂർത്തേഹേ വിസർഗം പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി. അങ്ങനെ നമന്മൂർത്തേർനാരീതിലകം എന്നായി. ശനകൈഹി തൃട്ടിയത, ശനകൈ തൃട്ടിയത എന്നായി. പിന്നെ സമ അവസ്ഥാസ്തേംനം, സമാവസ്ഥാസ്തേംനം എന്നായി. അപ്പം ഇവിടെ എന്താണ്? നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്രമജുഷഃ, നിസർഗക്ഷീണസ്യ സ്വഭാവമായി തന്നെ, നാച്ചുറലായി തന്നെ അതികൃശമായ സ്തനതടപരേണ ക്ലമജുഷം, സ്തനമണ്ഡലത്തിൻ്റെ ഭാരത്താൽ ക്ഷീണം പ്രാപിച്ച, ശ്രമത്തെ പ്രാപിച്ച, ശ്രമം എന്ന് പറഞ്ഞാൽ ക്ഷീണം തന്നെ, ക്ഷീണം പ്രാപിച്ച നമന്മൂർത്തേഹേ, അതായത് കുനിഞ്ഞ മൂർത്തിയോട് കൂടിയ നാരീതിലക, അല്ലയോ നാരീരത്നമേ, സ്ത്രീരത്നമേ, ശനകൈ തൃട്ടിയദൈവ, പതുക്കെ ഒടിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്നത് പോലെ ഇരിക്കുന്ന എന്നർത്ഥം. ഇരിക്കുന്ന നിന്തിരുവടിയുടെ തേ മധ്യസ്യ എന്നാദ്യം എടുക്കണം. തേ മധ്യസ്യ, നിന്തിരുവടിയുടെ മധ്യപ്രദേശത്തിന് സമാവസ്ഥാസ്തേംന, തുല്യമായ സ്ഥിരതയോടുകൂടിയ തൃടിത തടിനീതീരതരുണ, കരയിടിഞ്ഞ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിനോട് ബഹുകാലം വളരെ കാലം, അപ്പോൾ ക്ഷേമം ഭവിക്കട്ടെ, ഭവതു കുശലം, ക്ഷേമം ഭവിക്കട്ടെ ശൈലതനീ, അല്ലയോ പാർവതീദേവി. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈ തൃട്യദൈവ ചിരം തേ മധ്യസ്യ തൃടിത തടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. അപ്പോൾ അല്ലയോ നാരീതിലകമായ, അല്ല സ്ത്രീരത്നമായ പാർവതി, സ്വഭാവേന തന്നെ അതികൃശമായിട്ടുള്ളതും നാച്ചുറലായി തന്നെ മെലിഞ്ഞതും, കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്, കൃശമായിട്ടുള്ളതും സ്തനമണ്ഡലഭാരത്താൽ വിശേഷിച്ചും ശ്രമത്തെ പ്രാപിച്ചതും, ശ്രമം എന്ന് പറഞ്ഞാൽ ക്ഷീണത്തെ പ്രാപിച്ചതും അല്പം മുമ്പോട്ട് കുനിഞ്ഞതും, നമത്ത് എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അല്പം മുമ്പോട്ട് കുനിഞ്ഞതും പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നതും
കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടുകൂടിയിരിക്കുന്നതുമായ ദേവിയുടെ ആ മധ്യപ്രദേശത്തിന് വളരെ കാലം ക്ഷേമം ഭവിക്കട്ടെ എന്നർത്ഥം. അതായത് താത്വികമായിട്ടെടുത്താൽ ഇത് അവിടെ നദീതീരത്ത് കരയിടിഞ്ഞ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ആപത്ത് വരാനിരിക്കുന്നു, ആപത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള സൂചന. അത് ആ മരം എപ്പം വേണേലും പിഴുതു പോകാം. അതുപോലെ ആപത്തടുത്തിരിക്കുന്നത് കൊണ്ട് അത് നീങ്ങിപ്പോയി ക്ഷേമമായിരിക്കട്ടെ ശ്രീദേവിയുടെ മധ്യപ്രദേശം. അത് മെലിഞ്ഞതാണ്, അതുകൊണ്ട് എപ്പം വേണമെങ്കിലും ഒടിഞ്ഞു പോകാം. അത് ആ നദീതീരത്ത് നിൽക്കുന്ന മരം പോലെ എപ്പോൾ വേണേലും ഒഴുകിപ്പോകാം എന്ന പോലെ ആണ്. അപ്പം അതുകൊണ്ട് ദേവിയുടെ ആ മധ്യപ്രദേശത്തിന് മെലിഞ്ഞ വയറുള്ളവരും, അതായത് നല്ല ഒട്ടിയ വയറും പിന്നെ ഘനമുള്ള, അതായത് നിറഞ്ഞ മാറിടമൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി വായിക്കാം ശ്ലോകം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃട്യദൈവ ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. ഇവിടെ ആദ്യത്തെ വരിയിൽ 6 അക്ഷരം കഴിഞ്ഞ് നിർത്താം. നിസർഗക്ഷീണസ്യ ഒരു ഗണം, പിന്നത്തെ ബാക്കി ഒന്നിച്ച് സ്തനതടപരേണ ക്ലമജുഷോ. രണ്ടാമത്തെ ലൈനിൽ 6 അക്ഷരം കഴിഞ്ഞ് നിർത്താൻ പാടില്ല, കാരണം അവിടെ മുറിക്കാൻ ഇതില്ല. നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തുട്യ ദൈവ ചിരം തേ മധ്യസ്യ. മൂന്നാമത്തെ ലൈനിലും 4ാമത്തെ ലൈനിലും നമുക്ക് 6 അക്ഷരം കഴിഞ്ഞ് 6 അക്ഷരമുള്ള ഒരു ഗണം കഴിഞ്ഞ് ഇത് ചെയ്യാം. ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. നിസർഗക്ഷീണസ്യ സ്വഭാവമായി തന്നെ മെലിഞ്ഞത്, സ്തനതടപരേണ ക്ലമജുഷ. ക്ലമം എന്നൊക്കെ പറഞ്ഞാൽ ക്ലേശം, ക്ഷീണം എന്നൊക്കെ അർത്ഥം. സ്തനമണ്ഡലഭാരത്താൽ ശ്രമത്തെ പ്രാപിച്ച, അല്ലെങ്കിൽ ക്ഷീണം ബാധിച്ച, നമന്മൂർത്തേഹേ കുനിഞ്ഞ മൂർത്തിയോടുകൂടിയ, നാരീതിലക അല്ലയോ നാരീരത്നമേ, സ്ത്രീരത്നമേ, ശനകൈ തൃട്യത ഇവ പതുക്കെ ഒടിഞ്ഞു പോകുന്നത് പോലെ ഇരിക്കുന്ന, ചിരം വളരെ കാലം, തേ മധ്യസ്യ നിന്തിരുവടിയുടെ മധ്യപ്രദേശത്തിന്, തൃഡിത തടിനീതീര തരുണ കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷം പോലെ, സമ അവസ്ഥാസ്തേംന തുല്യമായ സ്ഥിരതയോടുകൂടിയ, ഭവതു കുശലം ക്ഷേമം ഭവിക്കട്ടെ ശൈലതനെ അല്ലയോ പാർവതീദേവി. അപ്പം അല്ലയോ സ്ത്രീരത്നമായ പാർവതീദേവി, നാച്ചുറലായി തന്നെ അതികൃശമായിട്ടുള്ളത് സ്തനമണ്ഡല ഭാരത്താൽ വിശേഷിച്ചും ക്ഷീണം ബാധിച്ചതും അല്പം മുൻപോട്ട് കുനിഞ്ഞതും പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നതും, ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നർത്ഥം, സാവധാനം എന്ന് തോന്നുന്നതും, കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടു കൂടിയതായും ഇരിക്കുന്ന ആ മധ്യപ്രദേശത്തിന് ബഹുകാലം, വളരെ കാലം ക്ഷേമം ഭവിക്കട്ടെ എന്ന് സാരം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈ തൃട്യദൈവ ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. ഹരി ഓം തത്സത്.